ഹലോ, സുഖാണോ എല്ലാവർക്കും? ഇന്ന് ഡ്രസ് കളക്ഷന് പോകുന്ന വീഡിയോ അല്ല കേട്ടോ. ഇത് അമ്പലത്തിൽ പോയിട്ട് പായസമായിട്ടുള്ള വരവാണ്. ഇന്ന് എൻ്റെ കണവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുണ്ടിക്കാൻ്റെ ബർത്ത്ഡേ ആയിട്ട് 2 വലിയ പാഴ്സൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 2019 മുതൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡ്രസ് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നത് 2024 അത് പക്ഷേ ഡ്രസ്സ് അല്ല കേട്ടോ. ഡൈപ്പേഴ്സും വൈപ്സും അണ്ടർപാഡ്സും യൂറോ ബാഗ് ഒക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ കുറേ പഴയ ഡ്രസ്സൊക്കെ അലമാര നിറച്ചിരിപ്പുണ്ടായിരുന്നേ. അതൊക്കെ എനിക്ക് വേണ്ടാത്തതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നിനക്ക് ഈ ഡ്രസ്സ് ഒന്നും വേണ്ടെങ്കിൽ ഇതൊക്കെ നശിപ്പിച്ച് കളയാതെ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്തൂടെ? യെസ്, ഡൊണേഷൻ ERSRT ഡ്രസ് ബാങ്ക്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ERSRT ഡ്രസ് ബാങ്കിലേക്ക് ഡൊണേറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ അവരും ഡൊണേറ്റ് ചെയ്തു. പിന്നെ അവരുടെ റിലേറ്റീവ്സ് ഡൊണേറ്റ് ചെയ്തു. പിന്നെ അവരുടെ മറ്റു ഫ്രണ്ട്സ് ഡൊണേറ്റ് ചെയ്തു. പിന്നെ അവരെല്ലാം കളക്ട് ചെയ്ത് ഡൊണേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ ERSRT ഡ്രസ് ബാങ്കിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇതിൽ തന്നെ ചെല്ലുണ്ടല്ലോ, അവർ കളക്ട് ചെയ്ത ഡ്രസ്സൊക്കെ ഏതെങ്കിലും ആൻറ്റിസെപ്റ്റിക് ലിക്വിഡിൽ വാഷ് ചെയ്തിട്ടാട്ടോ കൊണ്ടുവരുന്നത്. അങ്ങനെ 6 മാസം മുമ്പ് 1-2 കവർ ഡ്രസ്സ് കളക്ട് ചെയ്ത് തുടങ്ങി. ഞങ്ങളിപ്പോൾ ചാക്കണക്കിന് ഡ്രസ്സാണ് കേട്ടോ കളക്ട് ചെയ്ത് ERSRT ഓഫീസിൽ ഏൽപ്പിച്ചത്. ഡ്രസ് ബാങ്കിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് എന്നേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റോടെ ഡ്രസ്സ് കളക്ട് ചെയ്യുന്നതും മംഗലപുരത്ത് എത്തിക്കുന്നതും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നേരത്തെ ഡ്രസ്സ് കളക്ട് ചെയ്യുന്ന സമയത്തൊന്നും ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ മുമ്പേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കണ്ട് ഡൊണേറ്റ് ചെയ്യാൻ വിളിക്കുന്നവരെ പോലെ ഒരുപാട് പേരെ കിട്ടിയേനെ എന്ന് തോന്നാറുണ്ട്. അങ്ങനെ കുറേ പേർ കൂടി ERSRT ഡ്രസ് ബാങ്ക് വഴി സേവനങ്ങളൊക്കെ കിട്ടിയേനെ. ലേറ്റായി പോയല്ലോ എന്നൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. ഞാൻ ഈ കാര്യം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയും, സാരമില്ലല്ലോ, ഇനിയും ടൈം ഉണ്ട്, എല്ലാവർക്കും ഡ്രസ്സ് കളക്ട് ചെയ്യാനും ഡൊണേറ്റ് ചെയ്യാനൊക്കെ അവസരം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ വലിയ പാഴ്സലൊക്കെ എത്തിയതുകൊണ്ട് വാഷിംഗ് ഒക്കെ ലാവിഷാക്കാമല്ലോ. ഇന്നത്തെ ദിവസം തന്നെ ഇത് എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.